ഹലോ, വെൽക്കം ടു മൈ യൂണിവേഴ്സ്. അപ്പോൾ ഇന്നൊരു ചെറിയൊരു വ്ളോഗാണ് കേട്ടോ. ഇന്നൊരു 7 മന്ത് സ്കാനിങ്ങും ഗ്ലൂക്കോസ് ടെസ്റ്റും ഹോസ്പിറ്റൽ ചെക്കപ്പിൻ്റെ ഒരു ചെറിയൊരു വ്ളോഗായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. ആദ്യം തന്നെ ഞാൻ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഫുഡൊക്കെ കഴിച്ചു, റെഡിയായി. അപ്പോൾ ആദ്യം നമുക്ക് ഹോസ്പിറ്റലിൽ പോയിട്ട് ഗ്ലൂക്കോസ് ടെസ്റ്റ് ചെയ്യണം. പിന്നെ 7 മന്ത് സ്കാനിങ്ങും ഉണ്ട്. അത് കഴിഞ്ഞ് ഡോക്ടറെ കാണിക്കാം കേട്ടോ. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ നമുക്ക് അറിയാം. അപ്പോൾ ഞങ്ങളിതാ ഹോസ്പിറ്റലിലോട്ട് ഇറങ്ങിയിട്ടോ. ഞാനും അമ്മയും കൂടിയാണ് കേട്ടോ പോകുന്നത്. പിന്നെ ഇന്ന് സ്കാനിങ് ആയതുകൊണ്ട് തന്നെ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. അവനെന്ന് കാണാൻ കഴിയുമല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ഇതായിട്ടുള്ള സന്തോഷമുണ്ട്, പ്രാർത്ഥനയുണ്ട്. ഹെൽത്തി ആയിരുന്നു നമുക്ക് കേട്ടാൽ മതിയല്ലോ, അത് തന്നെ ധാരാളമാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടിയാണ് ഇന്ന് പോകുന്നത്. ഓട്ടോറിക്ഷയിലാണ് കേട്ടോ പോകുന്നത്. വീടിൻ്റെ കുറച്ച് അടുത്ത് തന്നെയാണ്. ആകെ 10 മിനിറ്റ് കൊണ്ട് ഹോസ്പിറ്റലിൽ എത്തും. എത്ര ദൂരമേ ഉള്ളൂ. അതുകൊണ്ട് ഓട്ടോറിക്ഷയിൽ പോകാമെന്ന് കരുതി ഞാനും അമ്മയും കൂടി ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഡോക്ടറെ കുറിച്ചോടെ എന്ത് പറയണം, എങ്ങനെയൊക്കെയാണ് ഇന്ന് അമ്മ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ട് എന്നോട്. ഇന്ന് സ്കാനിങ്ങിന് കയറുന്ന സമയത്ത് അമ്മയ്ക്കും കൂടി ഒന്ന് കാണിച്ചു തരുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് അറിഞ്ഞൂടാ കയറ്റാൻ പറ്റുമോ എന്നറിയില്ല. നമ്മുടെ ഹോസ്പിറ്റലിൽ എത്തിയിട്ടോ. ഞാനിവിടെ അഹല്യ ഹോസ്പിറ്റലാണ് കാണിക്കുന്നത്. അഹല്യ ഹോസ്പിറ്റലിനെ കുറിച്ച് ഒരുപാട് പേര് കേട്ടിട്ടുണ്ടാവും. നല്ല അടിപൊളി അറ്റ്മോസ്ഫിയറാണ് കേട്ടോ അവിടെ. നമ്മൾ എൻട്രൻസ് കയറി കഴിഞ്ഞ ഉടനെ അവിടെ നിന്നും ഗേറ്റിൽ നിന്നും 1 കിലോമീറ്റർ തന്നെ, 1.5 കിലോമീറ്റർ തന്നെ ഉണ്ട് നമ്മുടെ ഹോസ്പിറ്റലിലോട്ട്. ഈ ഹോസ്പിറ്റലിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ നമ്മൾ പോകുന്നതിൻ്റെ ഇരുവശത്തായിട്ട് ഇഷ്ടംപോലെ മരങ്ങളും ചെടികളൊക്കെ ഉണ്ടാവും കേട്ടോ. നല്ല അടിപൊളി അറ്റ്മോസ്ഫിയറാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. ഭയങ്കര പീസ്ഫുൾ മൈൻഡാവും നമുക്ക് അവിടെ പോയാൽ തന്നെ. നമുക്ക് ആ ഹോസ്പിറ്റലിൽ എത്തുന്ന വരെ ഓരോ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ചിട്ട് നമുക്ക് പ്രകൃതിയൊക്കെ ആസ്വദിച്ചിട്ട് പോകാൻ കഴിയുന്നു. മൈൻഡ് റിലാക്സിങ് മൈൻഡ് തന്നെയാണ്. അപ്പം ഞാനും അമ്മയും കൂടി ഓരോന്നിങ്ങനെ ഓരോ കാഴ്ചകൾ കണ്ട് ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് അങ്ങനെ പോവുകയാണ് കേട്ടോ. ഇവിടുത്തെ വേറൊരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇതിനകത്ത് തന്നെ കോളേജസും ഹോസ്പിറ്റൽസും സ്കൂൾസ്, ഹോസ്റ്റൽസ് ആൻഡ് ഓർഫനേജസ് അങ്ങനെ ഇഷ്ടംപോലെ സ്ഥാപനങ്ങളുണ്ട്. എല്ലാതും ഇവരുടെ തന്നെയാണ്. നല്ല ഫെസിലിറ്റീസുള്ള സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഇത് ഏക്കർ കണക്കിന് ഉള്ള സ്ഥലമാണ്. നല്ല അടിപൊളിയാണ്. ഇവിടുത്തെ ഓരോ കാര്യങ്ങളും കാണാൻ നല്ല അടിപൊളിയാണ്. ഇടയ്ക്ക് നമുക്ക് ഓരോ സ്റ്റാച്യൂസിനൊക്കെ കുറേ കാണാൻ പറ്റും കേട്ടോ. പിന്നെ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് വേറെ ഹോസ്പിറ്റലിലേക്ക് പോകാനുള്ള ദൂരം. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുകയാണ്, എങ്ങനെ അത് പ്ലാൻ ചെയ്തിട്ടുണ്ടാവുക അല്ലേ. അപ്പോൾ നമ്മളിതാ ഓരോ കാഴ്ചകൾ കണ്ട് ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട്. ആദ്യം തന്നെ ഗ്ലൂക്കോസ് ടെസ്റ്റിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമുക്ക് പോകാനുള്ളത്. ടൈം എഴുതിയിട്ടുണ്ട് 12:05 സ്കാനിങ്ങിൻ്റെ ഇടയിൽ ഫുഡൊന്നും കഴിക്കരുത്. ഗ്ലൂക്കോസ് ഒക്കെ കുടിച്ചതിന് ശേഷം ഞാൻ നേരെ സ്കാനിങ്ങിനാണ് കേട്ടോ പോകുന്നത്. കാരണം 1 അവർ കഴിഞ്ഞിട്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്ത് സമയം കളയണ്ടല്ലോ. അപ്പോൾ ഞാൻ ആദ്യം നേരെ തന്നെ സ്കാനിങ്ങിന് പോകാമെന്ന് തീരുമാനിച്ചു. സ്കാനിങ്ങിൽ നിന്ന് എടുത്ത ശേഷം പിന്നെ നമുക്ക് ബ്ലഡ് കൊടുക്കാൻ വരാമല്ലോ. അപ്പോൾ നമ്മുടെ സ്കാനിങ്ങും ഗ്ലൂക്കോസ് ടെസ്റ്റൊക്കെ കഴിഞ്ഞു. ഡോക്ടറെയും കാണിച്ച് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഡോക്ടർ എന്താ പറഞ്ഞതിൻ്റെ സ്കാനിങ്ങിൽ എന്താ റിസൾട്ട് എന്നൊക്കെ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞുതരാം കേട്ടോ. വീടൊന്ന് എത്തിയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് പറഞ്ഞുതരാം. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് നേരെ ജ്യൂസ് കുടിക്കാൻ പോയി കേട്ടോ. കുറച്ച് എനർജിയൊക്കെ വേണ്ടേ. ആകെ മനുഷ്യൻ തളർന്നു. ഒരു ലൈമും ഒരു പപ്സും അതെന്നൊരു വീക്ക്നെസ് ആണല്ലോ. അപ്പോൾ അതൊക്കെ കഴിച്ചു. ചേച്ചിക്കുന്നൊരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് നാട്ടിലെത്തിയപ്പോൾ തന്നെ ചേച്ചിനെയും കിട്ടിയിട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ജ്യൂസ് കുടിക്കാൻ തീരുമാനിച്ചു. തിരിച്ചിതാ വീടെത്തിയിരിക്കുകയാണ്. സ്കാനിങ്ങും ഗ്ലൂക്കോസ് ടെസ്റ്റും എല്ലാം കഴിഞ്ഞു. അപ്പോൾ ആദ്യം ഞാൻ ഗ്ലൂക്കോസ് ടെസ്റ്റിൻ്റെ കാര്യം പറയാം കേട്ടോ. ഞാൻ ഗ്ലൂക്കോസ് ടെസ്റ്റ് ചെയ്ത സമയത്ത് ഞാൻ ചെയ്യാൻ പോണതിന് മുന്നേ ഒരുപാട് കേട്ടിട്ടുണ്ട്. ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഗ്ലൂക്കോസ് ടെസ്റ്റ്. ഭയങ്കര പാടാണ് അത് കുടിക്കാൻ. അങ്ങനെയൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അതിൻ്റെതായ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. ദൈവമേ, ഓരോരുത്തർ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, അപ്പോൾ എന്തായിരിക്കും അവസ്ഥ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ 1 ലിറ്ററൊക്കെ കുടിക്കാതിരുന്നു. പക്ഷെ നമ്മൾ പ്രതീക്ഷ പോലെ ആയില്ല. 1 ഗ്ലാസ് തന്നെ തന്നത്. പക്ഷെ അത് ഗ്ലൂക്കോസിൻ്റെ ഉപ്പ് രസമല്ല കേട്ടോ. നല്ല മധുരമുണ്ട്. നല്ല മധുരമുള്ള ടേസ്റ്റ് ആയിരുന്നു. അപ്പം ഞാൻ 1 ഗ്ലാസ് കുടിക്കുമ്പോൾ ഇത്രയല്ലേ ഉള്ളൂ അങ്ങനെ വിചാരിച്ചു. പിന്നെ പറഞ്ഞാൽ ഫുഡൊന്നും കഴിക്കാൻ പാടില്ല, 1 അവറിന് ശേഷമാണ് ടെസ്റ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ കുറച്ച് സമയം കൊണ്ട് പോവെ എനിക്ക് ബോഡി അങ്ങനെ വീക്കാവാൻ തുടങ്ങി.
ക്ഷീണം വരാൻ തുടങ്ങി, വോമിറ്റിംഗ് ടെൻഡൻസി വരാൻ തുടങ്ങി. അപ്പോൾ ഛർദ്ദിക്കാനൊക്കെ ഭയങ്കര ടെൻഡൻസി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതാണല്ലോ എല്ലാവരും പറഞ്ഞിട്ടുണ്ടാവുക. അതായിരുന്നു കേട്ടോ എൻ്റെ ഗ്ലൂക്കോസിൻ്റെ എക്സ്പീരിയൻസ്. അപ്പോൾ ഞാൻ 1 hour കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞത് കൊണ്ട് തന്നെ ഞാൻ ഗ്ലൂക്കോസ് ടെസ്റ്റ് ചെയ്തതിന് ശേഷം അവിടെ നിന്ന് നേരെ സ്കാനിങ്ങിനാണ് കേട്ടോ പോയത്. സ്കാനിങ്ങിന് പോയി സ്കാൻ ചെയ്തു. അപ്പോൾ ഞാൻ അമ്മയ്ക്ക് കാണിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. പക്ഷെ അമ്മയ്ക്ക് കാണാൻ പറ്റില്ല, ഈ മന്ത് മുതൽ അലോഡ് അല്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് എനിക്ക് മാത്രം കാണിച്ചു തന്നു. കുട്ടിയുടെ ഹാർട്ട് ബീറ്റും കാര്യങ്ങളെല്ലാം ഓക്കെയാണ്. അപ്പോൾ ഞങ്ങൾ സ്കാനിങ് കഴിഞ്ഞ് നേരെ ഗ്ലൂക്കോസ് ടെസ്റ്റിൻ്റെ ബ്ലഡ് കൊടുത്തതിന് ശേഷം സ്കാനിൻ്റെ റിപ്പോർട്ട് വാങ്ങിച്ച് 10 മിനിറ്റ് കൊണ്ട് തന്നെ സ്കാനിങ്ങിൻ്റെ റിപ്പോർട്ട് കിട്ടി. അപ്പോൾ ഞാൻ അവിടെ നിന്ന് നേരെ ഡോക്ടറെ അടുത്തോട്ടോ ഞങ്ങൾ പോയത്. ഞങ്ങൾ പോയ സമയത്ത് ഡോക്ടർ പറഞ്ഞു പേടിക്കാനൊന്നുമില്ല, നോർമൽ തന്നെയാണ്, കുട്ടിക്ക് കറക്റ്റ് വെയിറ്റ് ഉണ്ട്, ഫ്ലൂയിഡും കാര്യങ്ങളൊക്കെ ഓക്കെയാണ്, അപ്പോൾ ഹാർട്ട് റേറ്റ് ഒക്കെ കറക്റ്റാണെന്ന് പറഞ്ഞപ്പോൾ നമുക്ക് സമാധാനമായി, സന്തോഷമായി. കാരണം ബേബി എപ്പോഴും ഹെൽത്തി ആയിട്ട് ഓക്കെ ആയിരിക്കുമ്പോഴും നമുക്ക് ഹാപ്പി ആവുള്ളൂ. അപ്പോൾ ഓരോ ടെസ്റ്റ് കഴിയുമ്പോഴും ഉള്ളിൽ ടെൻഷനാണ്, ഓക്കെ ആവുമോ എന്നുള്ള ടെൻഷനാണ്. അപ്പോൾ ആ ടെൻഷൻ അങ്ങോട്ട് മാറി കിട്ടിയിട്ടോ. അപ്പോൾ ഞാൻ വേണമെങ്കിൽ എൻ്റെ റിപ്പോർട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. എനിക്കിപ്പോൾ 31 വീക്കായിട്ടോ റിപ്പോർട്ടിൽ. അപ്പോൾ ഇതിൽ ഹാർട്ട് റേറ്റ് 145 ആണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ അമ്നിയോട്ടിക് ഫ്ലൂയിഡിൻ്റെ ലെവൽ 9.9 സെൻറ്റിമീറ്റർ ആണ് കേട്ടോ. പിന്നെ വെയിറ്റ്, ബേബിയുടെ വെയിറ്റ് 1,607 ഗ്രാമാണ് കാണിക്കുന്നത്. അപ്പോൾ ഹാപ്പിയായി, വെയിറ്റും കാര്യങ്ങളൊക്കെ നോർമൽ ആയതുകൊണ്ട്. പിന്നെ എനിക്ക് നല്ല മൂവ്മെൻറ്റ്സ് കിട്ടാൻ തുടങ്ങി. എനിക്ക് ആക്ച്വലി മൂവ്മെൻറ്റ്സ് കിട്ടാൻ തുടങ്ങിയത് 4 മന്ത് കഴിഞ്ഞാനാവുമ്പോൾ തന്നെ 5th മന്ത് സ്റ്റാർട്ടിങ്ങിന് മുന്നേ തന്നെ എനിക്ക് ചെറിയ ചെറിയ മൂവ്മെൻറ്റ്സ് ഒക്കെ കിട്ടാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ മുതൽ സ്റ്റാർട്ടിങ്ങിന് ഇപ്പോൾ നല്ല മൂവ്മെൻറ്റ്സ് കിട്ടുന്നുണ്ട്. ഇപ്പോൾ 1 വീക്ക് കൂടി കഴിഞ്ഞാൽ 7 മന്ത് അവസാനിക്കുകയാണ്, 8th മന്ത് തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഇനി കുറച്ചും കൂടിയേ ഉള്ളൂ ബേബിക്ക് വേണ്ടിയിട്ടുള്ള വെയിറ്റിങ്. 2 മന്ത് കഴിഞ്ഞാൽ വരുന്നതാണ്. അതിൻ്റെ ഒരു സന്തോഷമൊക്കെ ഉണ്ട്. അപ്പോൾ ഓരോ ടെസ്റ്റ് കഴിയുമ്പോഴും ഓരോ ദിവസങ്ങൾ കഴിയുമ്പോഴും സന്തോഷമുണ്ട്. ഞാൻ പേര് ബേബിക്ക് നെയിം നോക്കണമെന്ന് ഞാനിങ്ങനെ കുറേ ആയിട്ട് തിരഞ്ഞുകൊണ്ടിരിക്കുക. എൻ്റെ ഫ്രണ്ട്സിനായാലും റിലേറ്റീവ്സിനോടായാലും എല്ലാവരോടും ഞാൻ ചോദിക്കാം, നിങ്ങൾ എന്തെങ്കിലും ഒന്ന് കണ്ടെത്തിയിട്ട് പറഞ്ഞു തരുമോ എന്നുള്ളത്. ഞാൻ എൻ്റേതായ വഴിക്ക് ഞാൻ അന്വേഷിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് അങ്ങനെ ഏത് പേര് നോക്കുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്തൊരവസ്ഥയാണ്. അപ്പോൾ നെയിം ഇനിയും നോക്കിയിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ നെയിം ഈ വീഡിയോ കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു നെയിം സജസ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഞാൻ എല്ലാ നെയിമും പരിഗണിക്കുന്നതാണ്, എല്ലാം നോക്കുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ നമ്മുടെ വീഡിയോ. ഇതാണ് കേട്ടോ നമ്മുടെ ബേബിയുടെ സ്കാനിങ്, ഗ്രോത്ത് സ്കാനിങ് ആണ്. എനിക്ക് കുറച്ച് ഏർലി ആയിട്ടാണ് എടുത്തത്. അപ്പോൾ ഈ ഒരു ചെറിയൊരു വ്ലോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. പിന്നെ കൂടുതൽ വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഇനിയും വീഡിയോ ചെയ്യാനുള്ള ഇതെനിക്കൊരു ഇൻട്രസ്റ്റ് നിങ്ങളുടെ സപ്പോർട്ട് മൂലം മാത്രമാണ്. അപ്പോൾ മറക്കാതെ ഞാനിനി അടുത്ത വ്ളോഗും പുതിയൊരു കുറേ കാര്യങ്ങളായിട്ടൊക്കെ വരുന്നതാണ്. അപ്പോൾ അതുവരെ ഓക്കെ, ബൈ.